ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയ വധശ്രമ കേസ് പ്രതി ഡെപ്യൂട്ടി പ്രസിഡന്റുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയെന്ന ആക്ഷേപം. പത്തനംതിട്ട കോന്നി കുമ്മണൂരിലാണ് സംഭവം. വടശ്ശേരിക്കര സ്വദേശി ബിനു മാത്യുവിനെ നാട്ടുകാർ തടഞ്ഞുവെച്ച പോലീസിന് കൈമാറി. കൊട്ടാരക്കര സ്പെഷ്യൽ ജയിലിലെ ഡെപ്യൂട്ടി പ്രസിഡന്റ് അബ്ദുൾ സത്താറിന്റെ കോന്നി കുമ്മണ്ണൂരിലെ വീട്. മുൻപ് കുടുംബസമേതം അബ്ദുൾ സത്താർ ഇവിടെയാണ് താമസിച്ചിരുന്നതെങ്കിൽ സമീപകാലത്ത് ഈ വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഇവിടെയാണ് അബ്ദുൾ സത്താറിനെ അന്വേഷിച്ച് ബിനു തോമസ് എത്തിയത്. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക്. കൊലപാതക ശ്രമക്കേസിൽ റിമാൻഡിലായ ബിനു മാത്യു കഴിഞ്ഞ ജൂണിലാണ് ജാമ്യം കിട്ടിയതിനെ തുടർന്ന് ജയിൽ മോചിതനായത്. ജയിലിലായിരുന്ന വേളയിൽ ഇയാൾ സഹതടവുകാരുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായി പറയപ്പെടുന്നു. തുടർന്ന് അബ്ദുൾ സത്താറിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് ബിനു മാത്യുവിനെ കൊല്ലം ജില്ലാ ജയിലിലേക്ക് മാറ്റി. ഇതിൽ രൂപപ്പെട്ട ശത്രുതയെ തുടർന്നാണ് ബിനു മാത്യു അബ്ദുൾ സത്താറിനെ തേടിയെത്തിയതെന്നാണ് കരുതപ്പെടുന്നത്. ഇവിടെ അടുത്ത വീടുകളിൽ സത്താറിന്റെ വീട് അന്വേഷിച്ചിട്ട് ഈ സത്താറിന്റെ ജംഗ്ഷനിൽ ഈ വീട് അന്വേഷിച്ചിട്ട് ഇവിടെ വന്ന് സത്താറിനെ തിരക്കുകയും എന്തെന്ന് പറഞ്ഞാൽ വധഭീഷണിയാണ് മുഴക്കിയത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചോര കണ്ടിട്ടേ പോകൂ, എന്നെ ജയിലിൽ വെച്ച് ഉപദ്രവിച്ച് അങ്ങനെയൊക്കെ വിഷയങ്ങളാണ് പറയുന്നത്. അപ്പോൾ പുള്ളി ഒരു കണ്ടാൽ തന്നെ അറിയാം, ഒരു ക്രിമിനലായിട്ടുള്ളൊരു വേഷവും പുള്ളിയുടെ കയ്യിലൊരു പേപ്പറിൽ ചുരുട്ടി ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു, ഒരു ബാഗും തൂക്കിയാണ് പുള്ളി എത്തിയിരുന്നത്. കുമ്മണ്ണൂരിൽ തന്നെ അബ്ദുൾ സത്താർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ആ വഴി വന്ന ഇരുചക്രവാഹനത്തിന്റെ പിന്നിൽ കയറി പോകവേ നാട്ടുകാർ ഇയാളെ തടഞ്ഞു. ഈ സമയം വിവരമറിഞ്ഞ് ഡെപ്യൂട്ടി പ്രസിഡന്റും സ്ഥലത്തെത്തി. തുടർന്നാണ് പോലീസ് സഹായം തേടിയത്. അതിനുശേഷം ഇവിടെ ആള് കൂടിയതിൻ്റെ പേരിൽ പുള്ളി ഇവിടുന്ന് പോവുകയും കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുത്തെ ചെറുപ്പക്കാർ പുള്ളി അപ്പുറത്തെ ജംഗ്ഷനിൽ വെച്ച് പുള്ളിയെ പിടിച്ചു നിർത്തുകയും പിന്നീട് പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് അതിൻ്റെ കാര്യങ്ങൾ നടപടിയെല്ലാം സ്വീകരിക്കുകയും ചെയ്തു. ബിനു മാത്യു മദ്യലഹരിയിലായിരുന്നു. ഇയാളുടെ മാനസിക നില തകരാറിലാണെന്ന സംശയം കോന്നി പോലീസ് പങ്കുവയ്ക്കുന്നു. കൈവശമുണ്ടായിരുന്ന സഞ്ചിയിൽ മാരകായുധങ്ങൾ ഏതും ഉണ്ടായിരുന്നില്ല. പത്തനംതിട്ടയിലെ ഒരു അഭയകേന്ദ്രത്തിന്റെ രസീത് ബുക്ക് ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ഈ സ്ഥാപനത്തിന് പണം പിരിക്കുന്ന ജോലിയാണ് സമീപകാലത്ത് ബിനു ചെയ്തു വന്നതെന്നാണ് പോലീസ് വിശദീകരണം. ഡെപ്യൂട്ടി പ്രസിഡന്റുടെ പരാതിയിലാണ് കോന്നി പോലീസ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.